വലിയ സന്തോഷം. ഇത്രയും സന്തോഷമുള്ള നിമിഷം എല്ലാവരുമായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നാട്ടിലെത്തിയപ്പോഴേ കുറേ മെസ്സേജസും കുറേ കോൾസും ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ എന്താന്നൊക്കെ കുറേ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒറ്റയ്ക്ക് കൊടുക്കാനുള്ളൊരു സമയവും ലിമിറ്റേഷൻസും കുറേ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഒന്നിച്ച് വിളിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അറിയാം എല്ലാവർക്കും ഭയങ്കര പ്രഷറും കാര്യങ്ങളും കാണും. എല്ലാവർക്കും ഒറ്റയ്ക്കുള്ള ഇന്റർവ്യൂ വേണമെന്നും കുറച്ച് വർഷങ്ങളായിട്ട് എനിക്കത് അറിയാൻ പറ്റും. പക്ഷേ താങ്ക് യു, എല്ലാവരും വന്നതിന് വലിയ സന്തോഷം. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലേ മുന്നോട്ട് പോവാം. താങ്ക് യു. പ്രതീക്ഷ കഴിഞ്ഞേ ഉള്ളൂ അല്ല, ഇതിപ്പോ കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ അടുത്ത് നമുക്ക് IPL ആണ് വരുന്നത്. അപ്പോൾ IPL ഒരു പുതിയ ടീമിൽ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ IPL നന്നായിട്ട് കളിക്കണം, അവർക്ക് വേണ്ടി മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യണം. ഇപ്പൊ അവിടെയാണ് മനസ്സുള്ളത്. വലിയ ഒരു ഉറപ്പായിട്ടും കുറച്ച് വിഷമിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് പോയത്. അപ്പോൾ വിചാരിച്ച പോലെ ആ ഒരു സപ്പോർട്ടും ഇത്രയും എനർജിയും ഇത്രയും പ്രാർത്ഥന നൽകുന്ന ഒരു ആൾക്കാരുടെ ഫ്രണ്ടിൽ നല്ല പെർഫോമൻസ് കാഴ്ച വയ്ക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമത്തിലാണ് പോയത്. പക്ഷെ അതിനെക്കാട്ടിയും വലിയൊരു സംഭവമാണ് മുകളിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടിയതിൽ വലിയ സന്തോഷം. തിരിച്ചു വന്നപ്പോൾ ആ ഒരു എനർജിയും ആ ഒരു സപ്പോർട്ടും ആ ഒരു പോസിറ്റീവായിട്ട് എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം കാണുന്നുണ്ട്. അപ്പോൾ അത് സിനിമയിലൊക്കെ പറയില്ല, ഇത് നമ്മുടെ വിജയമാണെന്നൊക്കെ പറയില്ല, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതെ, അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. അപ്പോൾ അതെ, ഉറപ്പായിട്ടും മൈബായിട്ട് നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ടീമിൽ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് 2 മാസം ഒന്നിച്ച് ഒരു ടീമിൽ കളിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോ ഈ ഫോൺ വിളിക്കുമ്പോഴും ഇടയ്ക്ക് കാണുമ്പോഴും കുറെ നല്ല പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ഒരു 2 മാസം ഒരു ടീമിന്റെ കൂടെ ക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നേരിട്ട് കുറെ പുള്ളി എങ്ങനെയാണ് ക്രിക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതും പുള്ളി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതെല്ലാം നേരിട്ട് കണ്ട് പഠിക്കാനും അങ്ങനത്തെ ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ചോദ്യം എന്റെ അടുത്താണ്. നമ്മളായിട്ട് അങ്ങ് പോയാൽ മതി കേട്ടോ, തലയും വാലും ആവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളായിട്ട് പോയാൽ മതി. ഇപ്പൊ തന്നെ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഏത് രീതിയിലാണ് കളിനെ കാണുന്നത്, എങ്ങനെയാണോ പുറത്ത് ഗ്രൗണ്ടിൽ ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ് ഉള്ളത്, ആ സെയിം രീതിയിലായിരിക്കും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ബാക്കി ഫാൻസിന്റെയും നാട്ടുകാരുടെയും ഓരോ സന്തോഷമല്ലേ, അവർക്ക് എങ്ങനെ വേണോ വിളിക്കാം.